നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാത്തതിലൂടെ നിങ്ങൾ സ്വയം തകരുന്നു. നഷ്ടപ്പെടും എന്ന് അറിയുമ്പോഴാണ് അതിൻ്റെ വില തിരിച്ചറിയുന്നത്. എല്ലാവരെയും സ്നേഹിക്കാം, ഒന്നും നേടാൻ വേണ്ടി ആരെയും സ്നേഹിക്കരുത്. ഒരു മോശം ചരിത്രം ഉള്ളത് വർത്തമാനകാലത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയെ നശിപ്പിക്കും. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. ഈ തിരിച്ചറിവ് ഉണ്ടായാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക, അല്ലാതെ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ല. അതിവേഗം വളരുന്ന ഈ ലോകത്ത് സ്നേഹം യഥാർത്ഥത്തിൽ എന്താണെന്ന് ആളുകൾ മറക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തെങ്കിലും വലിയ സംഭവത്തിനായി കാത്തിരിക്കാതെ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്താണോ അത് ഉപയോഗിച്ച് നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്ന് ആരംഭിക്കുക. നിങ്ങളെക്കാൾ ആളുകളെ സ്നേഹിക്കാൻ കഴിയുമെന്നതിനാൽ മാത്രം ആളുകളെ വെറുക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ആളുകളോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മുടെ സത്യസന്ധമായ അധ്വാനമാണ് നമ്മെ നയിക്കുന്ന വഴികാട്ടി. നാം കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് എല്ലാവർക്കും അഭിവൃദ്ധി പ്രാപിക്കാം. മനസ്സറിഞ്ഞ് നൽകുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിനാണ് മധുരം കൂടുതൽ ഉണ്ടാകുക. ഇന്നത്തേതിനേക്കാൾ നല്ല ദിനങ്ങളായിരിക്കും തനിക്ക് നാളെ വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ പേരും. അതിന് വിപരീതമായി ചിന്തിക്കാൻ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആളുകളിൽ തെറ്റുകൾ മാത്രം കണ്ടെത്താൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും അവരെ സ്നേഹിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ കണ്ടെത്തി അവ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയണം. ലോകത്തിൽ 2 തരം സ്നേഹമേയുള്ളൂ, ആത്മാർത്ഥ സ്നേഹവും അഭിനയിക്കുന്ന സ്നേഹവും. ഒരു ജന്മം അവസാനിക്കുമ്പോഴേക്കും ഇവ രണ്ടിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും നമ്മളിൽ ഏറെ പേരും. നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ അതുപോലെയാണ് ലോകവും. അതിനാൽ എല്ലായ്പ്പോഴും നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്ത സ്നേഹമോ പരിഗണനയോ ബഹുമാനമോ ആദരവോ അയാളുടെ മരണശേഷം കൊടുക്കുകയാണെങ്കിൽ അതിനെ പ്രഹസനം എന്നേ പറയാൻ പറ്റൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ പരിപാലിക്കുന്നത് തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ സമയത്തിനനുസരിച്ച് ഇത് എളുപ്പമാകും. ഒരു സ്വാർത്ഥ വ്യക്തിക്ക് ഒരിക്കലും യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം സ്നേഹത്തിന് പങ്കിടൽ ആവശ്യമാണ്. ഓരോ നഷ്ടവും നമുക്ക് പുതിയ ഓരോ തിരിച്ചറിവുകൾ നൽകുന്നു, പുതിയ അനുഭവങ്ങൾ, പുതിയ പാഠങ്ങൾ. സ്നേഹമില്ലെങ്കിൽ ഈ ലോകം പരുഷമായ ആളുകളാൽ നിറയും. വീഴ്ചകൾ പറ്റുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരിക്കലും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാതിരിക്കുന്നത് വലിയ തെറ്റാണ്. വികാരപരമായി കറുപ്പ് ഒരു മോശം നിറമാണ്. എന്നാൽ ഓരോ ബ്ലാക്ക് ബോർഡുകളുമാണ് വിദ്യാർത്ഥികളുടെ ജീവിതം ശോഭനമാക്കുന്നത്. നിങ്ങൾക്ക് വീണ്ടും സ്നേഹിക്കാൻ കഴിയുന്നതിന് ഒരു വേർപിരിയലിനു ശേഷം തകർച്ച ആവശ്യമാണ്. സ്നേഹിക്കുന്നവരുടെ മൗനത്തിന് അവരുടെ ശാസനയേക്കാൾ ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കാൻ കഴിയും.
നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമൊത്ത് സ്നേഹത്തോടെ സമയം ചെലവഴിക്കുക. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാഞ്ഞുപോകും. ആരെയെങ്കിലും യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ സമയവും അനുകമ്പയും വിവേകവും ആവശ്യമാണ്. അഗാധമായതും ആത്മാർത്ഥമായതുമായ പ്രണയമുള്ള ഒരാളെ തടയാൻ ഒരു തടസ്സത്തിനും കഴിയില്ല. മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ഒരു ദോഷവും ചെയ്യുന്നില്ല, പക്ഷേ അവരെ വെറുക്കുന്നത് ദോഷം ചെയ്യും. ജീവിതം ഇരുട്ടിൽ അകപ്പെടുമ്പോഴാണ് ആത്മാർത്ഥമായ സ്നേഹത്തെയും പൊള്ളയായ സ്നേഹത്തെയും ശരിക്കും തിരിച്ചറിയാൻ സാധിക്കുക. നിങ്ങൾ ധാരാളം ആളുകളെ കണ്ടുമുട്ടുന്നു, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നവരോടുള്ള നിങ്ങളുടെ സ്നേഹം സ്ഥിരമായി തുടരുന്നു. സ്നേഹത്തിൻ്റെ മൂല്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പണത്തിൻ്റെ മൂല്യം വളരെ കുറവാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും പിന്നീട് ഖേദിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തകർന്നു പോകരുത്. അതു നിങ്ങളെ കൂടുതൽ നിർജീവമാക്കും. സ്നേഹം നടിക്കുന്നവർ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നമ്മിൽ നിന്നും അകലാൻ ശ്രമിക്കുമ്പോൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ എന്നും നമ്മെ കൂടെ ചേർത്തു പിടിക്കാൻ ശ്രമിക്കും. സൗമ്യമായ സംസാരവും പെരുമാറ്റവും അതിനോടൊപ്പം തന്നെ സെക്സിനോട് വളരെ താല്പര്യവും കാണിക്കുന്ന പങ്കാളിയെയാണ് കൂടുതൽ പുരുഷന്മാരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. വിജയിക്കാനുള്ള തീരുമാനത്തിന് വേണ്ടത്ര ശക്തിയുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും അതിനെ മറികടക്കുകയില്ല. നഷ്ടപ്പെടാൻ യാതൊന്നും തന്നെ ഇല്ലാത്തവന് നേടാൻ എന്തുണ്ട് എന്ന് മാത്രം ആലോചിച്ചു മുന്നോട്ട് കുതിച്ചാൽ മതിയാകും. ഒരാൾക്ക് ഒരു വാക്കു കൊടുത്താൽ കഴിയും വിധം അത് പാലിക്കുവാൻ ശ്രമിക്കുക. കാരണം വിശ്വാസം നേടിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം പറഞ്ഞ വാക്ക് പാലിക്കുക എന്നതാണ്. സ്വപ്നങ്ങൾ ഉള്ളവർക്കു മാത്രമേ ആ സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രയത്നിക്കാൻ സാധിക്കൂ. നിങ്ങളുടെ സഹനശക്തി നിങ്ങളുടെ വിജയത്തിൻ്റെ കാതൽ ആകുന്നു. സുഹൃത്തുക്കൾ പ്രണയത്തിലാകുമ്പോൾ ഒരിക്കലും അവരെ മറക്കരുത്. നിങ്ങളെ ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി ഒരളവിനപ്പുറം കരയുകയോ കാത്തിരിക്കുകയോ ചെയ്യരുത്. ഒരാളുടെ പുറംഭംഗി കണ്ട് മോഹിക്കുന്നതിനേക്കാൾ നല്ലത് അയാളുടെ അകംഭംഗി മനസ്സിലാക്കി സ്നേഹിക്കുന്നതാണ്. നിങ്ങളുടെ സ്നേഹം മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ സ്ഥിരത കൈവരിക്കാനാവില്ല. നിങ്ങളുടെ പങ്കാളിത്തമില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ പങ്കാളിത്തമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പരാജയപ്പെടാനും കഴിയില്ല. ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഏകാഗ്രമായ അർപ്പണ മനോഭാവം ആവശ്യമാണ്. ഒരു പുരുഷൻ സ്നേഹിക്കുന്ന സ്ത്രീയുടെ കാൽപാദത്തിൽ ചുംബിക്കുകയാണെങ്കിൽ അയാൾ ഞാനെന്ന ഭാവം ഇല്ലാത്തവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനുമായിരിക്കും. കാരണം സ്ത്രീയുടെ പാദത്തിലുള്ള ചുംബനം മോശമാണെന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ പുരുഷന്മാരും. ഞാനെന്ന ഭാവമില്ലാത്തവർക്കേ അത് സാധിക്കൂ. ഓരോ മനസ്സിനും ഭാവനയ്ക്കും നവീകരണത്തിനുമുള്ള കഴിവുണ്ട്.
ജീവിതം ഇരുട്ടിലൂടെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ശരിക്കും തിരിച്ചറിയാൻ പറ്റും യഥാർത്ഥ സ്നേഹിതരെ. സ്നേഹം അഭിനയിക്കുന്നവർക്ക് മടുപ്പ് കൂടി വരും. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് മതിപ്പും. ആളുകളോട് അവരുടെ തെറ്റിന് ക്ഷമിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ സ്നേഹം.